കാലങ്ങളായി തുടരുന്ന അധിനിവേശത്തെയും വംശഹത്യയെയും എങ്ങനെയാണ് ഫലസ്തീൻ ജനത അതിജീവിക്കുന്നത്? ഖത്താറയിൽ നടക്കുന്ന ഫലസ്തീൻ പൈതൃക പ്രദർശനം അത് നമുക്ക് കാണിച്ചു തരും. ഖത്തറിലെ ഫലസ്തീൻ എംബസിയാണ് ഈ പ്രദർശനം ഒരുക്കുന്നത്. ബുൾഡോസറുകൾക്കും തീതുപ്പുന്ന ബോംബറുകൾക്കും ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ തകർക്കാനാവില്ലെന്ന് വിളിച്ചു പറയുകയാണ് ഈ പ്രദർശനം. അനിശ്ചിതത്വങ്ങളിൽ മനസ്സ് മരവിക്കാത്ത, ദുരന്തങ്ങളിൽ തകരാത്ത, ജീവിതത്തെ എന്നും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു ജനത. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകളാണ് ഖത്താറയിലെ ഫലസ്തീൻ പൈതൃക സാംസ്കാരിക പ്രദർശനം. അധിനിവേശം ഓരോ നിമിഷവും ഫലസ്തീനിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിൽ മാത്രമല്ല യുദ്ധം ബാധിച്ചത്, വെസ്റ്റ് ബാങ്കിലെ സാധാരണക്കാരുടെ ജീവിതത്തെയും സാരമായി ബാധിച്ചു. കർഷകർക്ക് അവരുടെ വിളവിറക്കാനും അത് കൊയ്യാനും സാധിക്കാത്ത സാഹചര്യമുണ്ടായി. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രദർശനത്തിനെത്തിയ ബഷീർ ഹത്നാവി പറയുന്നു. احنا بنشتغل على تقطير الاعشاب الموجوده في فلسطين طبعا، بس يعني باخر فتره صار شوي عندنا صعب الشغل بسبب الظروف اللي بتعيشها فلسطين بسبب الحرب، وبس احنا بنفس الوقت مصممين ان نكمل بمشروعنا. احنا بنلقى صعوبه ايام بلم المحاصيل الزراعيه، لان معظم المحاصيل الزراعيه اللي بنستخدمها بالانتاج هي من الجبال، وفي مناطق كثير الاحتلال بيسيطر عليها بجبال فلسطين. بنفس الوقت احنا دائما بنستغل الفرصه، وبجوز ببعض الاحيان بنغامر عشان للحصول على عشبه معينه، لانه إلها وقت معين للتقطير وإلها موسم معين للتقطير. നിങ്ങൾക്ക് വംശഹത്യ നടത്താം, പക്ഷേ ഫലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ അടയാളങ്ങൾ ഇല്ലാതാക്കാനാവില്ല. കലയിലും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലുമെല്ലാം ഈ മണ്ണിന്റെ പൈതൃകവും പേറിയാണ് ഫലസ്തീനികളുടെ ജീവിതം. Due to the war that is ongoing for more than 200 days on Gaza, this is insane. This is inhumane. It just shows how it reflects how bad the shape of Israel internationally is going. Belief of choosing to live on this land will always be there, and we can symbolize this. And what we do in Al-Aqsa jewelry, we represent the map, we represent the symbols we believe in silver and gold. This is to reflect our deep and ongoing meaning, and nothing can make any difference happen. It is very unfortunate, again, as I mentioned, what is going on in Gaza, and I hope the war will end soon. I hope it does. ഇത് ഖത്തറിലെ ഫലസ്തീൻ സ്കൂൾ അധ്യാപികയായ മിസ്നത് അബു തൈമ, ഗസക്കാരി. അടുത്ത ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട റഫീൽ ദുരിതത്തിലാണ്. ചിത്രകലാ അധ്യാപികയായ അവർ ചായം പകരുന്നത് ഫലസ്തീൻ വിമോചനത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സ്വപ്നങ്ങളിലേക്കാണ്. ഇത്തരം പ്രദർശനങ്ങൾ പകരുന്ന ഊർജം ചെറുതല്ലെന്ന് മിസ്നത് അബു തൈമ പറയുന്നു. فكتير بكونوا مبسوطين وفي إقبال كتير على المعرض من أهلنا بفلسطين وأهل قطر والمقيمين في دولة قطر. ഫലസ്തീൻ കാഴ്ചകളെല്ലാം ഖത്തറിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറയിലെ ഈ പ്രദർശനം സമ്മാനിക്കുന്നു. തനത് ഭക്ഷണങ്ങൾ, അച്ചാറുകൾ, പ്രകൃതി വിഭവങ്ങൾ, കലാവൈഭവങ്ങൾ, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അങ്ങനെ പോകുന്നു പ്രദർശനവേദിയിലെ സ്റ്റാളുകൾ. ഇസ്രായേലിൻ്റെ ക്രൂരതകളുടെ കാഴ്ചകൾക്കൊപ്പം പച്ചയായ മനുഷ്യജീവിതങ്ങളെ കൂടി കാണിക്കുകയാണ് ഖത്താറ. അവിടെയെത്തുന്ന ലോകത്തോട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അഭിമാനകരമായ അസ്തിത്വത്തോടെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ മനുഷ്യർ.